വെൽക്കം. താമനാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വീഡിയോ സീരീസിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അതിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ ഈസ് അബൌട്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഓർഗൻസ്, ടെസ്റ്റിസ് ആൻഡ് സ്ട്രക്ചർ. സോ ഇതാണ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറയാം. സോ ആദ്യത്തെ 3 വീഡിയോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് മെയിൽ ആണ്. ദെൻ വി വിൽ ഡിസ്കസ് അബൌട്ട് ഫീമെയിൽ. സോ അടുത്ത ചാപ്റ്റർ ആയിട്ട് നമുക്ക് സ്പെർമാറ്റോജെനിസിസ്, സെമിനിഫറസ് ട്യൂബിൾസിന്റെ സ്ട്രക്ചർ, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ദെൻ മൂന്നാമത്തത് നമുക്ക് സ്പേം, സെമൻ, അതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. സോ ഈ വീഡിയോയിൽ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഏതാണ്, ദെൻ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ എന്താണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളെ നമുക്ക് രണ്ടാക്കാം. ഒന്ന് പ്രൈമറി സെക്സ് ഓർഗൻ. പ്രൈമറി സെക്സ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിസ് ആണ് മെയിലിലെ പ്രൈമറി സെക്സ് ഓർഗൻ. ഗൊണാഡ്സ് പ്രൊഡ്യൂസിങ് ഓർഗൻ ഏതാണ്, ഗൊണാഡ്സ് ഉണ്ടാക്കുക. സോ അത് ടെസ്റ്റിസ് ആണ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് പ്രൈമറി സെക്സ് ഓർഗൻ. അപ്പൊ ഫീമെയിലിൽ അത് ഓവറീസ് ആയിരുന്നു. മെയിലിലെ ടെസ്റ്റിസും ഫീമെയിലിലെ ഓവറീസും ആയിരിക്കും പ്രൈമറി സെക്സ് ഓർഗൻ. ഇനി രണ്ടാമത്തത് ആക്സസറി സെക്സ് ഓർഗൻസ് ആണ്, അല്ലെങ്കിൽ സെക്കൻഡറി സെക്സ് ഓർഗൻസ് എന്നും പറയാം. സോ 4 ഓർഗൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് സെമിനൽ വെസിക്കിൾസ് ആണ്. സെമിനൽ വെസിക്കിൾസ് അപ്പുറം ഉണ്ട്, പെയർ ആണ്, 2 വശവും ഓരോന്നുണ്ട്. ദെൻ ഒരു പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, ദെൻ യൂറിത്ര, ദെൻ എൻഡ്സ് ഇൻ ദ പെൻ. സോ ഈ 4 സ്ട്രക്ചേഴ്സും എല്ലാം ടെസ്റ്റിസുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം സ്ട്രക്ചർ ഓഫ് ടെസ്റ്റിസ് ആണ് നമുക്ക് നോക്കേണ്ടത്. ഈ ടെസ്റ്റിസിലാണ് സ്പേം ഉണ്ടാക്കുന്നത്. സ്പേം ഉണ്ടാക്കുന്നത് ടെസ്റ്റിസിലാണ്. സ്പേമിലാണല്ലോ ഒരാളുടെ ജനറ്റിക് ഇൻഫർമേഷൻ മൊത്തം ക്യാരി ചെയ്യുന്നത്. സോ അതാണ് ടെസ്റ്റിസിന്റെ ഒരു പ്രധാനപ്പെട്ട ജോലി. രണ്ടാമത്തെ ജോലി, ടെസ്റ്റിസിന്റെ പണി, ടെസ്റ്റിസ് മേഡ്സ് മെയിൽ സെക്സ് ഹോർമോൺസ്. മെയിൽ സെക്സ് ഹോർമോൺസ് ഏതാണ്, ടെസ്റ്റോസ്റ്റിറോൺ. സോ ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ടാക്കുന്നതും ടെസ്റ്റിസ് ആണ്. സോ ഇതാണ് ടെസ്റ്റിസിന്റെ ഫംഗ്ഷൻ. 1 is to produce sperm, second is to produce the hormone testosterone. ഈ ടെസ്റ്റിസിനകത്ത് എന്താണുള്ളതെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഡക്ട്സ് ആണ്. സിസ്റ്റം ഓഫ് ഡക്ട്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതിനകത്ത് സ്പേം ഉണ്ടാക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഉണ്ടാക്കിയ സ്പേം സ്റ്റോർ ചെയ്യാം. ദെൻ അവിടെ വെച്ചിട്ടാണ് സ്പേം മെച്യൂർ ചെയ്യുക. സോ മെച്യൂറേഷൻ സഹായിക്കാം. ആവശ്യം വന്നാൽ ഇതിനെ ഇജക്റ്റ് ചെയ്യാം, പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യാം. സോ ഈ പ്രവർത്തനമെല്ലാം ചെയ്യുന്നത് ടെസ്റ്റിസ് ആണ്. ഇനി പുരുഷന്മാരിൽ 2 ടെസ്റ്റിസ് ഉണ്ട്, ഒരു ടെസ്റ്റിസ് അല്ല, 2 ടെസ്റ്റിസ് ഉണ്ട്. ഇതിന്റെ ആകൃതി എന്ന് പറയുന്നത് ഒരു ഓവോയിഡ് ഓർ വാൾനട്ട് ഷേപ്പ് ആണ്. ഓവോയിഡ് ഓർ വാൾനട്ട് ആകൃതിയിലാണ് ഇത് ഇരിക്കുക. ആൻഡ് ഓരോ ടെസ്റ്റിസിന്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 15 ഗ്രാംസ് പ്ലസ് ഓർ മൈനസ്. ചിലപ്പോൾ 20 ആകാം, ചിലപ്പോൾ 10 ആകാം, അതിനെ കൂടി കുറഞ്ഞിരിക്കാം. ഒരു ഏകദേശം അതിന്റെ സൈസ് ഒരു 5 സെന്റിമീറ്റർ നീളമുണ്ടാകും, ഒരു 3 സെന്റിമീറ്റർ വീതി. സോ ഇതാണ് അതിന്റെ ഡയമെൻഷൻസ് എന്ന് പറയാം. ഇനി ടെസ്റ്റിസ് എവിടെയാണ് ഇരിക്കുന്നത്, ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്ക്രോട്ടത്തിനകത്താണ്. സോ ഇതാണ് ഞാൻ ഇവിടെ സ്ക്രോട്ടം വരച്ചിരിക്കുന്നത്, സ്ക്രോട്ടത്തിലാണ്. സ്ക്രോട്ടം ഇസ് എ സാക്ക് ലൈക്ക് സ്ട്രക്ചർ, ഒരു സാക്ക് പോലെയുള്ള സ്ട്രക്ചർ ആണ്. ആൻഡ് ഇത് ശരീരത്തിനുള്ളിലല്ല, ശരീരത്തിന് പുറത്താണ് സ്ക്രോട്ടം വെച്ചിരിക്കുന്നത്. സോ ടെസ്റ്റിസ് ഇതിന്റെ ഉള്ളിലാണ് ഈ നമ്മൾ പറയുന്ന ടെസ്റ്റിസ്. സോ ഇതാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസിനകത്ത് സസ്പെൻഡഡ് ആയിട്ടാണ് ടെസ്റ്റിസ് വെച്ചിരിക്കുന്നത്. സ്ക്രോട്ടം പുറമേക്ക് നോക്കി കഴിഞ്ഞാൽ സ്ക്രോട്ടം ഒറ്റ ഒരു സാക്കായിട്ട് തോന്നാമെങ്കിലും ഉൾവശത്ത് അതിന് 2 സാക്ക്. സോ ബിക്കോസ് അതിനകത്തൊരു സെപ്റ്റം ഉണ്ട്, അതിനെ നമ്മൾ സ്ക്രോട്ടൽ സെപ്റ്റം എന്നാണ് നമ്മൾ അതിന് പറയാം, സ്ക്രോട്ടൽ സെപ്റ്റം. സോ ഓരോ സെപ്റ്റത്തിനകത്തും ഓരോ ടെസ്റ്റിസ് വീതമാണ് വെച്ചിരിക്കുന്നത്. സ്ക്രോട്ടത്തിൽ ചില സ്മൂത്ത് മസിൽസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മസിലാണ് ഡാർട്ടോസ് എന്ന് പറയുന്ന ഒരു സ്മൂത്ത് മസിൽ അതിനകത്തുണ്ട്. ദെൻ ടെസ്റ്റിസും സ്ക്രോട്ടവും സസ്പെൻഡഡ് ആണെന്ന് ഞാൻ പറഞ്ഞു. ആൻഡ് ഈ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മസിൽ, ഈ മസിലിന്റെ പേര് ക്രിമാസ്റ്റർ മസിൽ എന്നാണ്. ക്രിമാസ്റ്റർ മസിൽസ് എന്നാണ് ഈ ടെസ്റ്റിസ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ആ മസിൽസിനെ നമ്മൾ പറയും. ഈ സ്ക്രോട്ടം ശരീരത്തിനല്ല, പുറത്താണെന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിനുള്ളിലെ ടെമ്പറേച്ചർ അല്ല ഇപ്പോൾ സ്ക്രോട്ടത്തിനകത്ത് ഒരു 1 to 3 ഡിഗ്രീസ്, 1 to 3 ഡിഗ്രി ടെമ്പറേച്ചർ കുറവാണ്, ശരീരത്തിനെ അപേക്ഷിച്ചിട്ട് കുറവാണ്. സോ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ സ്പേം ഡെവലപ്മെന്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത് പുറത്ത് സ്ക്രോട്ടത്തിനകത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ നോക്കിയിട്ട് ബാക്കി ഓർഗൻസ് നമുക്ക് കാണാം. സോ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റിസിന്റെ ഏറ്റവും ഔട്ടർ ലെയർ ഇതാണ് ഔട്ടർ സീറോസെൽ ലെയർ. സീറോസെൽ ലെയറിന്റെ പേര് ട്യൂണിക്ക വജൈനാലിസ് എന്നാണ്. ട്യൂണിക്ക വജൈനാലിസ് എന്നാണ് ഔട്ടർ ലെയർ ഓഫ് ദിസ് ടെസ്റ്റിസിന്റെ പേര്. ആൻഡ് ഇത് ടെസ്റ്റിസ് മുഴുവൻ കവർ ചെയ്യുന്നില്ല, നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. ഇറ്റ്സ് പാർട്ട്ലി കവർ, ഇറ്റ്സ് നോട്ട് എൻറ്റയർലി കവർ, പാർട്ട്ലി കവേഴ്സ് ദ ടെസ്റ്റ്. ആൻഡ് ഇതൊരു 3 ലെയർ സ്ട്രക്ചർ ആണ്. വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് 3 ലെയർ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഇതിനിടയിൽ ഒരു ക്യാവിറ്റിയും ഉണ്ട്, ഇടയിലായിട്ട് ഒരു ക്യാവിറ്റി ഉണ്ട്. ആൻഡ് ഈ ട്യൂണിക്ക വജൈനാലിസിന്റെ ഉള്ളിൽ അടുത്ത ലെയർ ഇതാ നീല കളറിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ്. കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നീല കളർ. ഇതിനെ
നമ്മൾ വിളിക്കുക അടുത്ത ലെയർ, സെക്കൻഡ് ലെയർ ഈസ് ട്യൂണിക്ക ആൽബുജിനിയ എന്നാണ് വിളിക്കുക. ആൽബുജിനിയ എന്നാണ് ഈ രണ്ടാമത്തെ ലെയറിന്റെ പേര്. സോ സെക്കൻഡ് ലെയർ ഈസ് ട്യൂണിക്ക ആൽബുജിനിയ. ഇതൊരു വൈറ്റ് ആണ്, ഫൈബ്രസ് ആണ്, വൈറ്റ് ഫൈബ്രസ് ടിഷ്യൂ ആണ്. ഇത് പല ഭാഗങ്ങളിലും ടെസ്റ്റിസിന്റെ ഉള്ളിലേക്ക് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതിങ്ങനെ ഒരു പ്രൊജക്ഷനാണ് നമുക്ക് കാണാൻ പറ്റുക, ട്യൂണിക്ക ആൽബുജിനിയ. ഇത് മറ്റൊരു പ്രൊജക്ഷൻ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇത് ഇങ്ങനെ വീണ്ടും പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇങ്ങനെ അത് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ് ട്യൂണിക്ക ആൽബുജിനിയ. സോ ഇതുമൂലം എന്ത് പറ്റും, ടെസ്റ്റിസിന്റെ ഉൾഭാഗം പല സെപ്റ്റാസ് ആയിട്ട്, ഇതൊരൊപ്പം ഒരു സെപ്റ്റയാണ്, പല സെപ്റ്റാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കും. ഓർ സെപ്റ്റാസ് അല്ലെങ്കിൽ നമുക്ക് പാർട്ടീഷൻസ് എന്ന് വിളിക്കാം. സെപ്റ്റാസ് ഓർ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ ഭാഗത്തെയും നമ്മൾ പിരമിഡൽ ലോബ്യൂൾസ് എന്നാണ് വിളിക്കുക. സോ ഇതിനെ ഇപ്പം നമ്മൾ വിളിക്കുക, ഈ പാർട്ടീഷൻസ് ഓർ സെപ്റ്റാസിനെ നമ്മൾ വിളിക്കുക പിരമിഡൽ ലോബ്യൂൾസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. സോ അങ്ങനെ എത്ര പിരമിഡൽ ലോബ്യൂൾസ് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഞാനിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്ന 1, 2, 3, 4, 5, 6, 7 എണ്ണമാണ്. പക്ഷെ ആക്ച്വലി പല ഭാഗത്തും ഇങ്ങനെ ടെസ്റ്റിസിന്റെ പല ഭാഗത്തൂടെ ഇങ്ങനെ കടക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 200 to 300 പിരമിഡൽ ലോബ്യൂൾസ് ഒരു ടെസ്റ്റിസിനകത്ത് ഉണ്ട്. ഇനി നമുക്ക് ഈ പിരമിഡൽ ലോബ്യൂൾസിനകത്ത് എന്താണ് എന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, സോ ഈ ഓരോ പിരമിഡൽ ലോബ്യൂൾസിന്റെ അകത്തും നമുക്ക് ഏകദേശം 1 to 4 കോയിൽഡ് ട്യൂബ്സ് കാണാം. സോ ഇങ്ങനെ കോയിൽഡ് ട്യൂബ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. 1, 2, 3, 4, 1 to 4 എന്നാണ് പറഞ്ഞത്. 1 മുതൽ 4 വരെ കോയിൽഡ് ട്യൂബ്യൂൾസ് എന്നാണ് പറഞ്ഞത്. ഈ കോയിൽഡ് ട്യൂബ്യൂൾസിനെ നമ്മൾ വിളിക്കുക സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ്. സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്നാണ് ഈ കോയിൽഡ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുക. ഇത് വളരെ തിന്നാണ്, വെരി തിന്നായിട്ടുള്ള കോയിൽഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ്. ഏകദേശം എത്ര എണ്ണം ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിനകത്ത് 3 എണ്ണം വെച്ച് കൂട്ടും. ഇപ്പോൾ ഇതിനകത്ത് 3 എണ്ണം ഉണ്ട്, മൊത്തം 300 ഉണ്ട് പിരമിഡൽ ലോബ്യൂൾസ്. അങ്ങനെയാണെങ്കിൽ 300 into 3 ഏകദേശം 900ഓളം സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് ഒരു ടെസ്റ്റിസിൽ, 1 ടെസ്റ്റിസിനകത്ത്. അപ്പോൾ 2 ടെസ്റ്റിസ് ഉണ്ടാവുക. ആൻഡ് ഇതിന്റെ തിന്നാണെന്ന് പറഞ്ഞു, ഇതിന്റെ നീളം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 30 to 70 സെന്റിമീറ്റർ നീളം വരെയുണ്ട്. സെന്റിമീറ്റർ നീളം കൂടുതലാണ്, ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ തിക്നെസ് അല്ലെങ്കിൽ അതിന്റെ തിക്നെസ് എന്ന് വെച്ചാൽ ഒരു 150 to 300 മൈക്രോൺസിൽ മാത്രമേ ഉള്ളൂ. സോ വെരി തിന്നാണ് സംഭവം. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്താണ് എന്തുണ്ടാവുന്നത്, സ്പേം ഉണ്ടാവുന്നത് ഇവിടെയാണ്. സോ ദിസ് ഈസ് ദ സെന്റർ ഫോർ സ്പേം ഡെവലപ്മെന്റ്. അതാണ് ഇതിന്റെ പ്രധാനം. ഇനി ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസും ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. സോ ഉള്ളിൽ നിന്ന് ഈ ടെസ്റ്റിസിന്റെ സെന്ററിൽ നിന്ന് മീഡിയനിലേക്ക്, സോ ദിസ് ദ മീഡിയൽ റീജിയൻ, ഇങ്ങനെ പുറത്തേക്ക് വരും. സോ ഈ മീഡിയൻ നടുവിലുള്ള ഈ ചാനൽ, സോ ഇങ്ങനെ തുളയുണ്ട്, അതിലൂടെ പുറത്തേക്ക് വരും. ഇതിനെ നമ്മൾ വിളിക്കുക റെറ്റെ ടെസ്റ്റിസ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. അപ്പൊ ഏകദേശം 5 to 8 റെറ്റെ ടെസ്റ്റിസ് ഒരു ടെസ്റ്റിസിനകത്ത് കാണും. ഇങ്ങനെ പുറത്തു വരുന്ന എല്ലാ റെറ്റെ ടെസ്റ്റിസും എല്ലാം കൂടി ചേർന്ന് ജോയിന്റ് ആയിട്ട് പുറത്തേക്ക് വരുന്നതിനാണ് നമ്മൾ വാസ് എഫറൻസ് എന്ന് നമ്മൾ വിളിക്കുക. അല്ലെങ്കിൽ വേറൊരു പേരുണ്ട്, അതിനെ എഫറന്റ്. പുറത്തേക്ക് വരുന്ന എല്ലാം എഫറന്റ് ആണ്. എഫറന്റ് ഡക്ട്യൂൾസ് എന്നും നമ്മൾ വിളിക്കും. ദെൻ ഈ എഫറന്റ് ഡക്ട്യൂൾസ് എല്ലാം കൂടി വീണ്ടും ചേരുകയാണ്. ഈ എഫറന്റ് ഡക്ട്യൂൾസ് എല്ലാം കൂടി വീണ്ടും ചേർന്ന് പിന്നെ ഉണ്ടാവുന്ന സംഭവമാണ് എപ്പിഡിഡിമിസ്. സോ ഇതിനെയാണ് നമ്മൾ എപ്പിഡിഡിമിസ് എന്ന് വിളിക്കുക. സോ എപ്പിഡിഡിമിസിന്റെ ആദ്യ ഭാഗം ഇത് അതിന്റെ ഹെഡ് ഭാഗമാണ്. പിന്നെ അതിനൊരു ബോഡി ഭാഗമുണ്ട്. ദെൻ താഴത്തേക്കാണ് പോകുന്നത്, ശ്രദ്ധിക്കുക. പിന്നെ അതിനൊരു ടെയിൽ ഭാഗമുണ്ട്. സോ ഇതെല്ലാം ചേർന്ന ഡക്ട് ഓഫ് കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ആയിട്ടാണ്. സോ ഇതും ഇതിനകത്ത് ചുരുങ്ങി കൂടി ഇങ്ങനെ കിടക്കാണ്. കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾസ് ഡക്ട് പോലെ ഇങ്ങനെ വരിക. താഴേക്കാണ് ആദ്യം വരിക. താഴേക്ക് വന്നിട്ട് ഇത് ഇങ്ങനെ എത്തിക്കഴിഞ്ഞ ശേഷം ദിസ് ടേക്ക് എ ഷാർപ്പ് ടേൺ, മുകളിലേക്ക് ഷാർപ്പ് ടേൺ എടുക്കുകയാണ്. ഇത് ഇവിടെ ഞാൻ ഇത് വരച്ചുകൊണ്ട് കാണുന്നില്ല, ഇതിനകത്ത് കൂടി ഇവിടെ എത്തി ഷാർപ്പ് ടേൺ. സോ ഇത് മുകളിലേക്ക് പോകും. ആൻഡ് മുകളിലേക്ക് പോയി ഈ വരുന്ന സംഭവം, ഇതിനെയാണ് നമ്മൾ വാസ് ഡെഫറൻസ് എന്ന് വിളിക്കുക. വാസ് ഡെഫറൻസ്. സോ വാസ് എഫറൻസിൽ തുടങ്ങി എപ്പിഡിഡിമിസ് ആയിട്ട് ദെൻ വാസ് ഡെഫറൻസ് ആയിട്ട് വീണ്ടും പുറത്തേക്ക് പോകും. സോ ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ട്യൂബാണ് വാസ് ഡെഫറൻസ് എന്ന് നമുക്ക് പറയാം. സോ ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വാസ് ഡെഫറൻസ് ആണ്. ഇതിന് വേറെ പേര് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡക്ടസ് ഡെഫറൻസ് എന്നും വിളിക്കും. ഡക്ടസ് ഡെഫറൻസ്. സോ അനദർ പേര് ഓഫ് വാസ് റെഫറൻസ് ഇസ് ഡക്ടസ് റെഫറൻസ്. സോ ഇതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റിസിനെ നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ഡക്ട്സ് ആണ് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു. സെമിനിഫറസ് ട്യൂബിൾസിൽ തുടങ്ങി റെറ്റെ ടെസ്റ്റിസിലെത്തി, വാസ് എഫറൻസ് കഴിഞ്ഞു, എപ്പിഡിഡിമിസ് ആയി, അവസാനം വാസ് ഡെഫറൻസ്
ഡിഫറൻസ് ആയിട്ട് പുറത്തേക്ക് പോകും. സോ നൗ ഇറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദ ടെസ്റ്റ്. സോ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ കഴിഞ്ഞു, പുറത്തേക്ക് വാസ് ഡെഫറൻസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുറത്താണ് കാര്യങ്ങളുള്ളത്. സോ ദിസ് ഈസ് വാസ് ഡെഫറൻസ്. വാസ് ഡെഫറൻസ് ഇപ്പൊ എത്തുന്നത് പെൽവിക് ക്യാവിറ്റിയിലേക്കാണ്. പെൽവിക് ക്യാവിറ്റിയിലേക്കാണ് ഇപ്പൊ വാസ് ഡെഫറൻസ് എത്തിയിരിക്കുന്നത്. ക്യാവിറ്റിയിലേക്ക് എത്തി. ആൻഡ് ഇത് യൂറിനറി ബ്ലാഡർ, ഈ കാണുന്നത് യൂറിനറി ബ്ലാഡർ ആണ്. ഇതിന്റെ സൈഡിലൂടെ സോ ഇങ്ങനെ ചുറ്റി സൈഡിലൂടെ യൂറിനറി ബ്ലാഡറിന്റെ സൈഡിലൂടെ കടക്കുന്നു. ആൻഡ് വാസ് ഡെഫറൻസിന്റെ അറ്റം കുറച്ച് പൊങ്ങിയിരിക്കുന്ന ഒരു അറ്റം ഉണ്ടാവും. സോ അതിനെ നമ്മൾ സാധാരണ എവിടെയും അങ്ങനെ തള്ളി നിൽക്കുന്നതിനെ നമ്മൾ ആംബുള്ള എന്നാണ് പറയുക. ഈ ആംബുള്ള കഴിഞ്ഞിട്ട് അത് വന്ന് അവസാനിക്കുന്ന അടുത്ത സ്ട്രക്ചർ. സോ നെക്സ്റ്റ് സ്ട്രക്ചർ ഈ സെമിനൽ വെസിക്കിൾസ്. സെമിനൽ വെസിക്കിൾസിലാണ് വന്ന അവസാനം. സോ ദിസ് ദ സെക്കൻഡ് സ്ട്രക്ചർ. രണ്ട് സെമിനൽ വെസിക്കിൾസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് ഇതിപ്പോ നമ്മൾ ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഇടതുവശത്തുള്ളതാണ്, ലെഫ്റ്റ് ആണ്. അപ്പുറത്തെ സൈഡിൽ യൂറിനറി ബ്ലാഡറിന്റെ അപ്പുറത്തെ സൈഡിൽ അപ്പുറത്തെ ടെസ്റ്റിസിൽ നിന്ന് വരുന്നതും ഒരെണ്ണം ഉണ്ടായിരിക്കും. സോ സെമിനൽ വെസിക്കിൾസ് ഇതാണ് നേരത്തെ കണ്ടത്. ഇവിടെ കണ്ടത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണെന്ന കാര്യം മറക്കണ്ട. സോ രണ്ട് തമ്മിൽ ചില ആൾക്കാർക്കൊക്കെ മാറിപ്പോവാറുണ്ട്. ഓക്കെ, സോ സെമിനൽ വെസിക്കിൾസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഡക്ട് ഉണ്ട്. അതിനെ നമ്മൾ ഇജാക്കുലറി ഡക്ട് എന്നാണ്, ഇജാക്കുലറി ഡക്ട് എന്ന് വിളിക്കും. സോ രണ്ട് ഇജാക്കുലറി ഡക്റ്റും കൂടി വന്ന് ഒന്നിച്ച് ചേരും. സോ ഇപ്പൊ അപ്പുറത്തുനിന്നും ഇടതുവശത്തുനിന്നും വലതുവശത്തുനിന്നും ഒന്നിച്ച് ചേർന്നിട്ട് അത് പിന്നെ അടുത്ത ഭാഗമായിട്ടുള്ള സോ നെക്സ്റ്റ് ഇതാണ് ഇജാക്കുലറി ഡക്ട്. അവിടെ അടുത്ത ഭാഗമായിട്ടുള്ള പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. സോ അടുത്ത ഭാഗമാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിലാണ് വന്നു ചേരുക. ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഒരു ഇൻവേർട്ടഡ് കോൺ പോലെയുള്ള ഒരു ആൽമണ്ട് സൈസ്ഡ് ഓർഗനാണ്. സോ അവിടെയാണ് വന്നു ചേരുന്നത്. അതിൽ നിന്നും കുറച്ച് സെക്രീഷൻസ് ഒക്കെ ഉണ്ട്. സെമിനൽ വെസിക്കിൾസിൽ നിന്നും കുറച്ച് സെക്രീഷൻ ഒക്കെ ഉണ്ട്. ദെൻ ഇത് യൂറിത്രയിലേക്ക് കടക്കുന്നു. അടുത്ത ഭാഗം യൂറിത്രയാണ്. സോ ദിസ് ഈസ് ദ യൂറിത്ര. ഇതിനിടയിൽ ഒരു ഗ്ലാൻഡ് കൂടി വന്നു ചേരുന്നുണ്ട്. അതിന്റെ പേര് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് എന്നാണ്. ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് കൂടി യൂറിത്രയിലേക്ക് വന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. സോ ഈ യൂറിത്രയിലേക്ക് ഇവിടെ എത്തുന്ന ഫ്ലൂയിഡിനകത്ത് ഇപ്പം എന്തൊക്കെ ഉണ്ടാകും? ഒന്ന് ഈ ടെസ്റ്റിസിൽ നിന്നുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ടാക്കിയിട്ടുള്ള അതിൽ ഉള്ള സെക്രീഷൻസ് എല്ലാം ഉണ്ടാകും. സോ ഇതിൽ നിന്നാണ് സ്പേംസ് ഒക്കെ വരിക. സ്പേംസ് ഉണ്ടാക്കുന്ന സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണെന്ന് പറഞ്ഞു. സോ സ്പേംസ് ഉണ്ടായിരിക്കും. ദെൻ സെമിനൽ വെസിക്കിൾസ് എന്നുള്ള സെക്രീഷൻ ഉണ്ടായിരിക്കും. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഇതിൽ നിന്നുള്ള സെക്രീഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിൽ നിന്നുള്ള സെക്രീഷൻ. സോ ഇവിടെ എത്തുന്ന സെക്രീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സെക്രീഷനെയാണ് നമ്മൾ സെമൻ എന്ന് വിളിക്കുക. ഈ സെക്രീഷനിൽ ഇപ്പൊ എന്തൊക്കെ ഉണ്ടാവും? സോ ഇറ്റ്സ് എ കമ്പോസിറ്റ് മിക്സർ ആണ്. കമ്പോസിറ്റ് മിക്സ്ചർ ഓഫ് വാട്ട്? ഓഫ് ഓൾ ദ സെക്രീഷൻസ് ഫ്രം ഓൾ ദ മെയിൽ സെക്സ് ഓർഗൻസ്. എല്ലാത്തിൽ നിന്നുള്ള സെക്സ് ഓർഗൻസ് ആണ്. സോ ഇതിനെയാണ് നമ്മൾ സെമൻ അല്ലെങ്കിൽ മലയാളത്തിൽ ശുക്ലം എന്ന് പറയും. സോ യൂറിത്ര കടന്നു പോകുന്നത് മെയിലിന്റെ എക്സ്റ്റേണൽ സെക്സ് ഓർഗൻ ആണ്. സോ ഇതാണ് മെയിലിന്റെ എക്സ്റ്റേണൽ സെക്സ് ഓർഗൻസ്, പെനിസ്. സോ പെനിസിലേക്കാണ് ഇത് പോകുന്നത്. സോ പെനിസിന് ഡിഫറെന്റ് മസ്കുലാർ ലെയേഴ്സ് ഒക്കെ ഉണ്ട്. ബ്ലഡ് സപ്ലൈ, ഭയങ്കരമായിട്ട് ബ്ലഡ് സപ്ലൈ. സോ ഇത് ബ്ലഡ് സപ്ലൈ ആണ് ഉള്ള ലെയർ ഒക്കെ ഉള്ള സംഭവം. സോ അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ കണ്ടത് ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ. സോ ഇതൊരു 5 മാർക്ക് ചോദ്യമാണ്. ദെൻ മെയിൽ സെക്സ് ഓർഗൻസ് എന്ന് പറഞ്ഞ് സാറിന് ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ, സോ ടെസ്റ്റിസിന്റെ സ്ട്രക്ചർ ആണ് ഇതിൽ പ്രധാനപ്പെട്ടത്. അടുത്ത വീഡിയോയിൽ നമ്മൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ സ്ട്രക്ചറും അതിനകത്ത് എങ്ങനെ സ്പേം ഉണ്ടാവും, സോ സ്പെർമാറ്റോജെനിസിസ് ആണ് നമുക്ക് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.